Hello, this is Malayalam Tutorials. Malayalam Tutorials in അധ്യായത്തിൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പാഠഭാഗങ്ങൾ തുടരുകയാണ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ലെസണുകളാണ്. ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്കുള്ളതാണ് ഈ ലെസണുകളൊക്കെ. സോ നമ്മൾ ഈ വീഡിയോയിൽ സ്ട്രിങ്ങുകളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്, അതിലൂടെ എങ്ങനെയാണ് ഒരു സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്പർ 1 എന്ന് പറയുന്നത് 25 എന്ന് പറയുന്ന ഇൻറ്റിജറാണ്. ഓക്കെ, ഒരു അക്കമാണ് നമ്പർ 1 എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും 25 കൂട്ടണം നമ്പർ 1 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 50 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും അല്ലേ. 25ഉം നമ്പർ 1ൻ്റെ വാല്യൂ 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ 50ആണ്. ഓക്കെ, ഞാൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് വേറൊരു 25നെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 എന്നുള്ളത് ഒരു അക്കമല്ല, മറിച്ച് അതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, ഇനി ഞാൻ 25 കൂട്ടണം നമ്പർ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതൊരു എററാണ് റിസൾട്ടായിട്ട് വന്നത്. എന്താണ് എറർ? ഇൻറ്റിജറും സ്ട്രിങ്ങും കൂടെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അൺസപ്പോർട്ടഡ് ഓപ്പറൻറ്റ്. ഇത് 25 എന്ന് പറയുന്ന ഇൻറ്റിജറാണ്, ഇത് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങും ഇൻറ്റിജറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ കഴിയില്ല. നമ്പർ 2 എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണെന്ന് പറഞ്ഞു അല്ലേ. 25 എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. അതിനോട് നമ്പർ 2 തന്നെ വീണ്ടും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം കിട്ടുക? 25 എന്ന് പറയുന്ന സ്ട്രിങ്ങും 25 എന്ന് പറയുന്ന സ്ട്രിങ്ങും കൂട്ടി യോജിപ്പിച്ചാൽ 50 എന്ന് പറയുന്ന സ്ട്രിങ് അല്ല, മറിച്ച് 25 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് വരുന്നത് അല്ലേ. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ക്രിയ ചെയ്ത് കിട്ടിയ റിസൾട്ട് അല്ല, മറിച്ച് ആ രണ്ട് സ്ട്രിങ്ങുകളെ ചേർത്ത് വെച്ചു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്ട്രിങ്ങുകളെ പരസ്പരം കൂട്ടി യോജിപ്പിക്കാം, ഇൻറ്റിജറുകളെ പരസ്പരം നമുക്ക് സാധാരണ രൂപത്തിൽ തന്നെ ഗണിത ക്രിയകൾ ചെയ്യാൻ പറ്റും. ഇൻറ്റിജറെയും സ്ട്രിങ്ങിനെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഔട്ട് എടുക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ട്രിങ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. 200 എന്ന് പറയുന്ന വാല്യൂ ഉള്ള ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് 1 200. എനിക്കിതിനെ ഇൻറ്റിജറാക്കി മാറ്റണം, അല്ലെങ്കിൽ ഈ 200നോട് എനിക്ക് ഒരു 50 കൂടെ കൂട്ടണം. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 50 കൂടെ കൂട്ടിയിട്ടൊരു ഉത്തരം കിട്ടില്ല അല്ലേ. അപ്പോൾ ഈ സ്ട്രിങ്ങിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇൻറ്റിജറായിട്ട് കിട്ടണം. അപ്പോൾ ഇൻറ്റിജർ എങ്ങനെ ആക്കാം നോക്കാം. ഇൻറ്റിജർ എന്ന് എഴുതുക, ഇൻറ്റിജർ ബ്രാക്കറ്റിൽ സ്ട്രിങ് 1, ആ പാരന്തസിസിനുള്ളിൽ സ്ട്രിങ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് എൻ്റർ അടിച്ചിട്ട് നോക്കാം. 200 എന്ന് കാണാം. അപ്പോൾ ആ 200ന് ചുറ്റും നിങ്ങൾക്ക് ഇൻവേർട്ടഡ് കോമകളൊന്നും കാണാൻ കഴിയില്ല. അതിനർത്ഥം അതൊരു ഇൻറ്റിജറായി ഔട്ട് തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇൻറ്റിജർ പാരന്തസിസിനുള്ളിൽ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ വാല്യൂ കൊടുത്തപ്പോൾ, സ്ട്രിങ് കൊടുത്തപ്പോൾ അതിൻ്റെ ഉത്തരം 200 വന്നു അല്ല. ഇവിടെ ഇതിനുള്ളിലുള്ളത് ഒരു 200 എന്ന് പറയുന്ന ഒരു സംഖ്യ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്ട്രിങ്ങിന് ആ രൂപത്തിലൊരു ഇൻറ്റിജർ ഔട്ട് കിട്ടിയത്. ഉദാഹരണത്തിന് ഞാൻ വേറൊരു സ്ട്രിങ് ഡിഫൈൻ ചെയ്യുകയാണ്. ഇതിനുള്ളിൽ ഞാൻ കുറച്ച് അക്ഷരങ്ങളാണ് ആഡ് ചെയ്തത്. ഇതിന് ഞാൻ ഇൻറ്റിജർ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കണ്ടോ, ഇൻവാലിഡ് ലിറ്ററൽ ഫോർ ഇൻറ്റിജർ വിത്ത് ബേസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC എന്ന് പറയുന്നതിനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു നമ്പർ ആണെങ്കിൽ മാത്രമേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു നമ്പർ ആയിരുന്നു നേരത്തെ, അതുകൊണ്ട് നമുക്കതിന് ഇൻറ്റിജർ ആക്കാൻ പറ്റി. ABCയെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് 200 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ 200 എന്ന് പറയുന്ന ഇൻറ്റിജർ ആക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. പക്ഷേ സ്ട്രിങ് 1 എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ ഇപ്പോഴും സ്ട്രിങ് തന്നെയാണ് അല്ലേ. ഇൻറ്റിജർ ചേർത്ത് നമ്മളതിനെ അതിൻ്റെ ടൈപ്പിനെ മാറ്റുമ്പോൾ കിട്ടുന്ന ഔട്ട് മാത്രമാണ് 200. സ്ട്രിങ് ഇപ്പോഴും എന്താണ്? സ്ട്രിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ട്രിങ് 1 എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ തന്നെ നമുക്ക് ഇൻറ്റിജറാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്ട്രിങ് 1 = ഇൻറ്റിജർ സ്ട്രിങ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, സ്ട്രിങ് 1നെ ഇൻറ്റിജർ ആക്കിയിട്ട് ആ വാല്യൂ വീണ്ടും സ്ട്രിങ് 1 തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കൊടുത്തു. വീണ്ടും സ്ട്രിങ് 1ൻ്റെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ 200 എന്ന് പറയുന്ന അക്കമായിട്ടത് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റിജർ ആക്കുന്നത്. ഇനി ഒരു ഇൻറ്റിജറിനെ എങ്ങനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻറ്റിജർ 1 എന്ന് പറയുന്നത് 500 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്. എനിക്കതിന് സ്ട്രിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ് എന്ന് കൊടുക്കുക, എന്നിട്ട് ഇൻറ്റിജർ 1 എന്നുള്ളത് പാരന്തസിനുള്ളിടുക. നേരെ തിരിച്ച് ചെയ്യാം. അപ്പോൾ 500 എന്ന് പറയുന്ന സ്ട്രിങ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇൻറ്റിജറിനെ സ്ട്രിങ് ആക്കാനും സ്ട്രിങ്ങിനെ ഇൻറ്റിജർ ആക്കാനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ചെയ്യാം.
ഇത് വളരെ ചെറിയൊരു പ്രോഗ്രാമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിചയം പുതുക്കുക എന്നുള്ളതാണ്, കുറേ കൂടെ ഇങ്ങനെ അതിനോട് ഫെമിലിയറായി വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാമാണിത്. ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, നെയിം ഈക്വൽ ടു ഹിഷാം. ഇത് കഴിഞ്ഞ് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 68 മാർക്കാണ് ഹിഷാം സ്കോർ ചെയ്തത്. അപ്പോൾ ഞാനതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്തു. ഇവിടെ ഹിഷാം എന്നുള്ളിടത്ത് എനിക്ക് നെയിം എന്ന് പറയുന്ന വേരിയബിളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ %s കൊടുത്തു. അതേപോലെ സ്കോർ എന്നുള്ളിടത്തും എനിക്ക് ആ വേരിയബിളാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം % ഇട്ട് അതിനൊരു പാരന്തസിസ് കൊടുത്ത് അതിൽ ഒന്നാമത്തെ എസ് എന്ന് പറയുന്ന നെയിമും രണ്ടാമത്തെ എസ് എന്ന് പറയുന്നത് ബയോ എന്നുമാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് അത് സേവ് ചെയ്ത് റൺ മൊഡ്യൂൾ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം ഹിഷാം സ്കോർഡ് 68 മാർക്സ് ഇൻ ബയോളജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് വേരിയബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ. നമ്മളത് കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒരു റിപ്പോർട്ട് ഈക്വൽ ടു ആ ഒരു സ്ട്രിങ് നമ്മൾ ഒരു വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തു അല്ലേ, ഇത്രയും ഭാഗം. അപ്പോൾ ഇതിന് പകരം നമ്മളിവിടെ എന്ത് എഴുതും, സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് എന്ന് നമ്മളിവിടെ എഴുതും. ഓക്കെ, റിപ്പോർട്ട് %name bio എന്നായി. ഇത് ഞാൻ റൺ ചെയ്യുകയാണ്. അപ്പോഴും നമുക്ക് അതേ റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സംഗതി വർക്കാവും അല്ലേ. ഇനി ഞാൻ വീണ്ടും അടുത്തൊരു വിദ്യാർത്ഥിയെ സ്പെസിഫൈ ചെയ്യാം, നെയിം ഈക്വൽ ടു കമാൽ, ബയോ ഈക്വൽ ടു 80. ഇനി വീണ്ടും ഇതേ സംഗതി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് അടിക്കാം. സേവ് ചെയ്തു, റൺ ചെയ്തു, റൺ മൊഡ്യൂൾ, കമാൽ സ്കോർ 80 മാർക്സ് ഇൻ ബയോളജി. അങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ വരികയാണെങ്കിലും നമുക്ക് ഇതേ സംഗതി തന്നെ എന്ത് ചെയ്താൽ മതി, താഴെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയുടെയും റിസൾട്ടുകൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.